പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാത്രം അങ്ങേക്ക് നന്ദി പറയും. നിന്റെ കൃപകളാൽ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ കർത്താവെ, ഈ പ്രഭാതം നൽകി അനുഗ്രഹിച്ച അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാത്രം അങ്ങേക്ക് നന്ദി പറയും. മലീഷയെ ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിനം ഈ അമ്മയുടെ മാധ്യസ്ഥം ഇപ്പോൾ ലഭിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. വിശുദ്ധ ബ്രിജിറ്റ് മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് മറിയത്തോട് പറയുന്നതായി വിശുദ്ധ ബ്രിജിറ്റ് കേട്ടു. നിന്നിലൂടെ പാപികൾ പ്രാർത്ഥിച്ചാൽ നിന്റെ നാമം വഴിയായി ആ പാപികൾക്ക് സ്വർഗരാജ്യം അവകാശമായി ഞാൻ നൽകുമെന്നും അവരുടെ പാപങ്ങൾ ക്ഷമിക്കുമെന്നും. 1808 നെപ്പോളിയൻ ചക്രവർത്തി പീസ് മാർപ്പാപ്പയെ ജയിലിൽ അടയ്ക്കുമ്പോൾ ആ ജയിലിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെട്ടതിന് ശേഷം ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിൻ്റെ തിരുനാള തിരുസഭയിൽ മുഴുവനും ആഘോഷിക്കപ്പെട്ടു. അമ്മേ മാതാവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണം. കുടുംബങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ദമ്പതികൾ രണ്ടല്ല, ഒറ്റ ശരീരമാണ്. അവർ വേർപെടുത്തുവാൻ പാടുള്ളതല്ലെന്ന് നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവെ, വേർപെട്ട് ജീവിക്കുന്ന എല്ലാ ദമ്പതികളെയും നിൻ്റെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. അവർ വഴിയായി കുടുംബത്തിനുണ്ടായ അസ്വസ്ഥതകൾ, അവരുടെ മക്കൾ അനുഭവിക്കുന്ന വേദനകൾ, വഴി പങ്കാളി അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ, ഇതെല്ലാം നിൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവ് പറയുന്നുണ്ട്, മോശ തന്നെ വിവാഹം മോചനം നൽകിയതിനെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മിപ്പിക്കുന്നത് അത് നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ്. ഇന്ന് ഹൃദയകാഠിന്യവും സുഖവും സംതൃപ്തിക്കും വേണ്ടിയും പരസ്പരം മനസ്സിലാക്കുവാൻ പറ്റാത്ത സാഹചര്യങ്ങളും പങ്കാളികളെ പീഡിപ്പിക്കുന്നതുമെല്ലാം ഇന്ന് വേർപെടലിന് കാരണമാണ്. കാരുണ്യവാനായ കർത്താവെ, സഹനത്തിലൂടെ ഏൽപ്പിച്ച കുടുംബത്തെ അങ്ങേ തിരുഹിതമനുസരിച്ച് നയിക്കുവാൻ ഓരോ പുരുഷനെയും സ്ത്രീയെയും ദമ്പതികളായി അങ്ങ് സംയോജിപ്പിച്ചുവെന്ന് ഓർക്കുവാൻ അവർക്ക് കൃപ നൽകണം. കുടുംബം വഴി വന്നുപോയ വീഴ്ചകളെല്ലാം നീ പരിഹരിച്ചുകൊണ്ട് തിരുക്കുടുംബത്തെ പോലെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. കുടുംബങ്ങളിലെ കുറവുകളെ നീ പരിഹരിക്കണമേ. നിൻ്റെ കുടുംബമായി ഞങ്ങളുടെ കുടുംബങ്ങളെ മാറ്റണമേ. ഇന്ന് ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവമായി നീ അനുഗ്രഹിച്ചുകൊണ്ട് ആ കുടുംബത്തിലുള്ള കുറവുകൾ മാറ്റി അവരെ വിശുദ്ധീകരിക്കുവാൻ കൃപ നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ.